ഒരു പെൺകുട്ടിക്ക് ആണിനെ അടിമയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരാണിൽ പയറ്റാൻ എളുപ്പമാണ്. ആണുങ്ങൾക്ക് ഇതൊരു പുതിയ വിഷയമായിരിക്കും, പക്ഷെ കാലാകാലങ്ങളായിട്ട് ഏത് ഹിസ്റ്ററി എടുത്താലും പല യുദ്ധങ്ങളും നടന്നിരിക്കുന്നത് ഈ ഒരു 3 കമ്പാരിസൺ പെണ്ണുങ്ങൾ ചെയ്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ സത്യസന്ധമായിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്യണം. അതായത് നിങ്ങളുടെ പാർട്ട്ണറെ ഒന്ന് താഴ്ത്തി സംസാരിക്കണം. ആ സമയത്ത് വെറുതെ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല പറയേണ്ടത്, നിന്നെക്കാട്ടിലും ബെറ്ററാണ് അയാൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാമുകടുത്ത് പറയണം, ഇന്ന് കെട്ടിയ മുടി നന്നായിട്ടില്ല, പക്ഷെ അവള് നന്നായിട്ടുണ്ട് എന്നൊന്ന് സംസാരിച്ച് നോക്ക്. എന്താ അവിടെ സംഭവിക്കുക? എന്തായാലും നിങ്ങളുടെ പാർട്ട്ണർക്ക് ദേഷ്യം വരുള്ളൂ. അങ്ങനെ എപ്പോഴും ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്ക്, എന്നിട്ടൊന്ന് താഴ്ത്തി സംസാരിച്ച് നോക്ക്. അപ്പോൾ അവർ കൂടുതലും പെർഫെക്റ്റ് ആവാൻ നോക്കും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്. കാരണം അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ നല്ലതാണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ പെർഫെക്റ്റ് ആവും. അടുത്ത പോയിന്റാണ് ആക്ച്വലി ജലസ്. ഈ ജലസ് കൂടുതലും ഒരു പെൺകുട്ടി ആൺകുട്ടീൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കൂടുതൽ. കാരണം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ കൂടുതൽ വിജയകരമായിട്ടുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ സത്യസന്ധത കാണിക്കണമെങ്കിൽ ഒരു പെൺകുട്ടി മെയിനായിട്ട് ചെയ്യേണ്ടത് ആ ആണിൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യുക വേണ്ടത്. അത് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി കൂടുതൽ അറിയാനും ചാൻസ് ഉണ്ട്. ജലസ് ക്രിയേറ്റ് ചെയ്യുക, ആ ആണിൻ്റെ പോരായ്മ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേറെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആണിനായിട്ട് കമ്പയർ ചെയ്തിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. നിങ്ങളുടെ പുരുഷനെ താഴ്ത്തിയിട്ട് മറ്റേ പുരുഷനെ ഒന്ന് പൊക്കിയിട്ടും അവൾ സ്വാഭാവികമായിട്ട് അയാൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? അവൻ്റെ കൂട്ടുകാരനെ ഒഴിവാക്കാനേ നോക്കുള്ളൂ. എന്നിട്ട് അവർ നിങ്ങളുടെ മാത്രം അടിമയാവും. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർ കൂടുതൽ സത്യസന്ധരാണെന്ന് കാണിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹസ്ബൻഡായാലും കാമുകനായാലും വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോവുകയും ചെയ്യില്ല.